എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു വെള്ള കടല മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കടലേൻ്റെ റെസിപ്പീസ് വേറെ ചെയ്തിട്ടുണ്ട്. അത് കറുത്ത കടല ഉപയോഗിച്ചിട്ട്, അത് വെള്ള കടല ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ നമ്മൾ വെള്ളക്കടല ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം നന്നായിട്ടത് കഴുകി എടുത്തിട്ടൊന്ന് കുക്കറിലിട്ട് കൊടുത്തൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കോക്കനട്ട് ചേർക്കുന്നില്ല, അതുപോലെ തന്നെ വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക്. ഇതേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ആദ്യം പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ. ഈ പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്നും വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി കൂടി ഇട്ട് കൊടുത്തു. ഈ തക്കാളി പച്ചമുളക് ഇനി കുക്കറിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് വേറെ മസാലകളോ മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എന്നാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ അതിന് വേണ്ടി സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കാണണേ. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി വഴണ്ട് വന്നതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ ഇതുപോലെ ഒരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിയെടുത്ത കടല ഒരു 5-6 വട്ടം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം അതും കൂടി നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഒരു 4-5 മിനിറ്റ് ആ വെള്ളക്കടലയും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതേ കടല ഇട്ട് കൊടുത്തു. കടല ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നമ്മളെ കടല കേട്ടോ. അപ്പോൾ ഈ കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പരിപ്പ് കടല അതുപോലത്തെ ഇതിൽ പാകം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത്. അപ്പോൾ അത് ഹാർഡായിട്ടിരിക്കാനും പെട്ടെന്ന് തന്നെ വേവാതിരിക്കാനുള്ളൊരു കാരണമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നതിന് ആവശ്യത്തിന് തിളച്ച വെള്ളം, നമ്മൾ എന്ത് സാധനം ഭക്ഷണം കുക്ക് ചെയ്യുകയാണെങ്കിലും അതെ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തിളച്ച വെള്ളം അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം അതിലേക്ക് ആഡ് ചെയ്താൽ കറീൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് പോകും. പിന്നെ ഞാനൊരു സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഈ സ്പൂൺ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കടലയൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ വളരെയധികം വിസിലടിച്ച് സ്പ്രെഡായിട്ട് ചുറ്റുവശം തെറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് സ്പൂൺ ഇടുന്നത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഷോർട്സിൽ കിടപ്പുണ്ട്, അത് വേണേൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കടല നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയേ, നന്നായിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ കടല ഉപയോഗിച്ചിട്ട് ഒരു സൂത്രം ചെയ്യുന്നത്. അതാണ് നമ്മുടെ കറീൻ്റെ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മൾ കോക്കനട്ടും മസാലകളൊന്നും വേണ്ടാന്ന് പറയാനുള്ള കാരണം, അതൊരു പാത്രത്തിലേക്ക് കുറച്ച് കടല മാത്രം ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്ത് വെച്ച് അതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ കടലയൊന്ന് തണുത്ത് കിട്ടട്ടെ. നന്നായിട്ട് ഈ കടലയൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ കുക്കറിൻ്റെ അല്ല നമ്മുടെ മിക്സീൻ്റെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച കടല മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടായിക്കൊണ്ട് ചെയ്യരുത്. വളരെയധികം പരന്നൊരു പ്ലേറ്റിലിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ടത് കണ്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ആ കടലയും കൂടി നമ്മൾ ഈ കടലക്കറിയിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ കറിയിലേക്ക് ആ അരച്ച കടല, അത് വെള്ളം ചേർത്തൊന്നും അരയ്ക്കേണ്ട, ചെറിയ മിക്സീൻ്റെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് ഇത് കണ്ടോ, ആ കടല ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഗ്രേവീൻ്റെ കൺസിസ്റ്റൻസി മാറിയിട്ടുണ്ട്. നല്ല കുറുകിയ ഒരു ചാറായി വന്നു. വളരെ ടേസ്റ്റിയാന്ന് പറഞ്ഞാൽ വളരെയധികം ടേസ്റ്റിയാണ്. എന്നാൽ അത്യാവശ്യം എരിവുണ്ട്. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് തരണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടിയാണ് നമ്മൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിൽ ഒരു ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് താളിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ എടുത്തു, അതിലേക്ക് കടുക് പൊട്ടിച്ചു, പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എന്നാലും നമ്മളൊന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി മൂത്ത് വന്നപ്പോഴത്തേക്കും ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം ഉള്ളി. അപ്പോൾ അതുപോലെ ഒന്ന് ഗോൾഡൻ ഷെയ്ഡായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക്
എന്താണ് കുറച്ച് കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പ് ഇതിന് വേണം ഈ കറിക്ക്. മല്ലിച്ചപ്പ് നല്ലൊരു ടേസ്റ്റ് ഇതിന് കേൾക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിക്കാൻ നേരത്ത് നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വറുക്കുന്നതിലേക്ക് ഇതുണ്ടോ ഒരു 4 കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നമ്മൾ ഈ ഒരു ഉള്ളി വറുത്തിടുന്നതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കാഷ്യൂനട്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ ആ കാഷ്യൂനട്ട് ഇതിന് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കൊടുക്കുന്നുണ്ട്. ഇതേ നമ്മുടെ കറിയിലേക്ക് ഈ താളിച്ചതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതേ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ പൂരിൻ്റെയൊക്കെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ വേണ്ട, അതുപോലെ തന്നെ വേറെയുള്ള ഒരു മസാലകളും വേണ്ട. എന്നാലും അടിപൊളിയായിട്ടുള്ള കറിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. നല്ല കിടുക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ കൂടെ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾ ഇതുപോലെയാണോ കറി വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ചന മസാല നിങ്ങൾക്ക് വേറെ ഏത് സ്റ്റൈലിലാണോ വെക്കുന്നത്, അതും കൂടി നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ ബായ്.